Hi, welcome back to our new session, Electrical and Electronics Engineering Part 2. In the previous class, we have discussed about the various parameters like voltage, current, power and energy. I think you have already studied that portions. The next portion we have to cover is Ohm's law. First, we have to define Ohm's law. That is, you can see in your screen, Ohm's law states that at constant temperature, the current passing through a given conductor is directly proportional to the voltage applied across the conductor. That is the definition. അപ്പോൾ Ohm's law പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു കണ്ടക്ടറിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദി വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്. ആ കണ്ടക്ടറിന് അക്രോസ് അപ്ലൈ ചെയ്ത വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടൊരു കറണ്ട് ഫ്ലോ ആയിരിക്കും ആ കണ്ടക്ടറിൽ കൂടി കടന്നു പോകുന്നത്. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആ ഇക്വേഷനാണ് താഴെ കാണിച്ചിരിക്കുന്നത്. വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. അപ്പോൾ വി ഈസ് ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വി ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വി ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ, ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓംസ് ലാ. സാധാരണ ഓംസ് ലാ ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഡിഫൈൻ ചെയ്യുന്നത് വി ഈസ് ഈക്വൽ ടു ഐ ആർ അല്ലെങ്കിൽ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. അങ്ങനെ ഡിഫൈൻ ചെയ്താൽ പോരാ. ഡിഫൈൻ ചെയ്യുമ്പം ഈ ഡെഫിനിഷൻ തന്നെ പറയണം. ഓംസ് ലാ സ്റ്റേറ്റ്സ് ദാറ്റ് at constant temperature, current passing through a given conductor is directly proportional to the voltage applied across the conductor. അവിടെ വി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കണ്ടക്ടറിന് അക്രോസ് അപ്ലൈ ചെയ്ത വോൾട്ടേജ്. വോൾട്ടേജ് അക്രോസ് ദി കണ്ടക്ടർ ഇൻ വോൾട്ട്സ്. ഐ ഈസ് ദ current through the conductor in amps. R is the resistance of the conductor on ohms. നമ്മൾ ഈ വോൾട്ടേജ് ഐ ആർ എന്ന് പറയുന്നതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പഠിക്കേണ്ടത് ഇതിനെക്കുറിച്ചിട്ടുള്ള സാമ്പിൾ പ്രോബ്ലംസ് ആണ്. അതിലൊരു ഫസ്റ്റ് പ്രോബ്ലം ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നോക്കുക. കാൽക്കുലേറ്റ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ എ 10 ohm ഇലക്ട്രിക് ഹീറ്റർ വെൻ അപ്ലൈഡ് അക്രോസ് 240 വോൾട്ട്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന രണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് 10 ohm റെസിസ്റ്റൻസ് ഉള്ള ഇലക്ട്രിക് ഹീറ്ററിൽ 240 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ സമയത്തുള്ള കറണ്ട് എത്ര എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സെക്ഷനിൽ പറഞ്ഞു ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. അപ്പോൾ നമ്മൾ ആദ്യം ഗീവൺ പാരാമീറ്റേഴ്സ് ആർ ഈസ് ഈക്വൽ ടു 10 ഓം ആണ് യൂണിറ്റ്, വി ഈസ് ഈക്വൽ ടു 240 വോൾട്ട്. ദെൻ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആവുമ്പോൾ വി ഈസ് ഈക്വൽ ടു 240, ആർ ഈസ് ഈക്വൽ ടു 10. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 24 ആംപിയർ. ആംപിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക് കെറ്റിൽ വിച്ച് ഈസ് ഡിസൈൻഡ് ടു ടേക്ക് 5 ആംപിയർ ഫ്രം 240 വോൾട്ട് മെയിൻസ്. ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു കെറ്റിൽ 5 ആംപിയർ കറണ്ടാണ് എടുക്കുന്നത്. അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 240 വോൾട്ടാണ് എടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഐ എന്ന് പറയുന്നത് 5 ആംപിയർ എന്നും വി ഇസ് ഈക്വൽ ടു 240 വോൾട്ട് എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വരുന്നത്? അക്കോർഡിംഗ് ടു ഓംസ് ലാ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. വി എന്ന് പറയുന്നത് 240 തന്നിട്ടുണ്ട്, ഐ ഈസ് ഈക്വൽ ടു 5 ആംപിയർ തന്നിട്ടുണ്ട്. അപ്പോൾ 240 ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 48 ഓം ആയിരിക്കും. അതായത് 5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യും. 240 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കെറ്റിലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 48 ഓം ആയിരിക്കും. നെക്സ്റ്റ് അത് രണ്ട് സിമ്പിൾ പ്രോബ്ലംസ് ആണ്. അടുത്തത് സിമ്പിൾ തന്നെയാണ്. തേർഡ് ജസ്റ്റ് ആ ഓംസ് ലാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അതിനകത്തോട്ട് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത്
An electric bulb of resistance ഇവിടെ തന്നിട്ടുണ്ട് 55 ohm draws a current of 2 ampere. അത് എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 ampere എന്നും തന്നിട്ടുണ്ട്. How much voltage has to be applied across the bulb? ആ ബൾബിൽ നമ്മൾ എത്രയാണ് വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ 2 ampere എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ 55 ohm റെസിസ്റ്റൻസ് ഉള്ള ബൾബിനകത്ത് എന്തുമാത്രം വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അതും അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to I into R ആണ്. ഇവിടെ I എന്ന് പറയുന്നത് 2 ampere, R എന്ന് പറയുന്നത് 55. അപ്പം നമുക്ക് ടോട്ടൽ നിന്ന് 110 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ 110 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യും? 2 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഈ ഇക്വേഷൻ ഓംസ് ലോ നമുക്ക് പല പ്രോബ്ലംസിൻ്റെ പല ഭാഗത്തും അപ്ലൈ ചെയ്തിട്ട് ഈ 3 പാരാമീറ്റേഴ്സിൽ ഏത് പാരാമീറ്റേഴ്സ് ആണോ തന്നിട്ടില്ലാത്തത് ആ പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് എ ബൾബ് ഫിലമെൻറ്റ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 500 ohm. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഗീവൺ R is equal to 500 ohm takes 0.5 ampere. അതായത് കറണ്ട് എന്ന് പറയുന്നത് 0.5 ampere ആണ്. ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ടു വർക്ക് ഫോർ 5 minutes, നമ്മളിതൊരു 5 മിനിറ്റ് സമയത്തേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് പവർ ഓഫ് ദി ബൾബ്. അതുപോലെ തന്നെ രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് എനർജിയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ആറും തന്നിട്ടുണ്ട്, ഐയും തന്നിട്ടുണ്ട്. അപ്പോൾ പവർ P ഇസ് ഈക്വൽ ടു V ഇൻറ്റു ഐ ആണ് വേണ്ടത്. V ഇൻറ്റു ഐ. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്കോർഡിംഗ് ടു ഓംസ് ലോ V ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അതാണ് ഞാനിവിടെ ഈ ബ്രാക്കറ്റിനകത്ത് ഇട്ടേക്കുന്നത്. V ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഐ എന്ന് പറയുന്നത് 0.5 ആംപിയർ, ആർ ഇസ് ഈക്വൽ ടു 500 ohm. അപ്പോൾ വി ഐ, ആ വിയുടെ കൂടെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഐ 0.5 ഐ കൂടെ കറണ്ട് ഈസ് ഈക്വൽ ടു 0.5 amps. അപ്പോൾ അതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 125 watts. ഞാൻ ആ പവർ പഠിപ്പിച്ചിരുന്ന സമയത്ത് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓംസ് ലോ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് P ഇസ് ഈക്വൽ ടു I സ്ക്വയർഡ് ആർ എന്നൊരു ഫോർമുല യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ I സ്ക്വയർഡ് ആർ എന്ന് പറയുന്നത് ഒരു IR എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ I ഇൻറ്റു ആറും അടുത്ത ഐയും കൂടെ ചേർന്നിട്ടാണ് അവിടെ I സ്ക്വയർഡ് ആർ പറഞ്ഞത്. അപ്പോൾ ആ I സ്ക്വയർഡ് ആർ ആണ് നമുക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2I then I സ്ക്വയർ ആർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 125 watts എന്ന് കിട്ടി. അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു V ഇൻറ്റു ഐ ആണ്. V എന്ന് പറയുന്നത് IR ആണ്, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അതായത് 0.5 ഇൻറ്റു 500 ഇൻറ്റു 0.5. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 125 വാട്ട്സ് എന്ന് കിട്ടും. എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും അതിൻ്റെ യൂണിറ്റ് വളരെയധികം ശ്രദ്ധിച്ച് എല്ലാത്തിലും എഴുതണം, കാരണം അതിന് പ്രത്യേകിച്ച് മാർക്ക് കിട്ടുന്നതാണ്. അടുത്ത എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ്. ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പവർ എന്ന് പറയുന്നത് 125 ആണ്. ഇനി ടൈം എന്ന് പറയുന്നത് നമുക്ക് കൊടുത്തത് 5 മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ ആ മിനിറ്റ്സിനെ അവറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിനെ 5/60 ചെയ്തത്. അപ്പോൾ 5/60 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10.4 വാട്ട് അവർ. വാട്ട് എന്ന് പറയുന്ന പവറിൻ്റെ യൂണിറ്റ്, ടൈമിൻ്റെ യൂണിറ്റ് അവർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10.4 വാട്ട് അവർ. ഓക്കെ, അപ്പോൾ 2 ടേംസാണ് നമുക്കിവിടെ കാണേണ്ടത്, പവർ ആൻഡ് എനർജി. പവർ കാണാനായിട്ട് നമ്മൾ VI എന്നുള്ളൊരു ഇക്വേഷൻ ഉപയോഗിച്ചു. എനർജി എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എനർജി 10.4 വാട്ട് അവർ എന്നുള്ള എനർജി കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതാണ് നമുക്ക് ശരിക്കും എക്സാമിനൊക്കെ ചോദിക്കുന്ന പ്രോബ്ലംസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റിന് മനസ്സിലാക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം ജസ്റ്റ് ഇക്വേഷൻ എടുത്ത് ആ ഇക്വേഷനിൽ പാരാമീറ്റേഴ്സ് തന്നു അതെല്ലാം ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. എ ബിൽഡിംഗ് ഈസ് സപ്ലൈഡ് അറ്റ് 240 വോൾട്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ വോൾട്ടേജായ 240 വോൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഹാസ് എ ലോഡ് ഓഫ് 50 നമ്പേഴ്സ് ഓഫ് 100 വാട്ട് ബൾബ്. അതായത് 100 വാട്ട് ബൾബ് 50 എണ്ണം നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം 10 നമ്പേഴ്സ് ഓഫ് 2 kW റേഡിയേറ്റേഴ്സ്. 2 kW ഉള്ള 10 റേഡിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 2 മോട്ടോഴ്സ്
making 50 ampere. രണ്ട് motors taking 50 ampere. Calculate the cost of energy and total current in week of 48 hours at 10 paise per unit. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് given എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 240 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 50 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് 240 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ടേക്കിംഗ് 50 ആംപിയർ കറണ്ട് എന്ന് തന്നിട്ടുണ്ട്. അതാണ് V is equal to 240 വോൾട്ട്, കറണ്ട് I is equal to 50 ആംപിയർ. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നൊന്നായിട്ട് കാണാതെ ഇതുപോലെ ഒരു ടേബിളാക്കി കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞത് 50 numbers of 100 watt ലാമ്പ്. അപ്പോൾ ഞാനിവിടെ ടേബിളിൽ ആദ്യം ഐറ്റം, ആദ്യത്തെ ലാമ്പാണ്. അത് എത്ര വാട്ടിൻ്റെതാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എത്ര നമ്പേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നു, എത്ര ടൈം അത് യൂസ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ടോട്ടൽ എനർജി എത്ര എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലാമ്പ് എന്ന് പറയുന്നത് 100 വാട്ടിൻ്റെ 50 എണ്ണം. അത് നമ്മളെല്ലാം എത്രയാണ് ഉപയോഗിക്കുന്നത്? 48 hours യൂസ് ചെയ്യുന്നതെന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 48 hours. അടുത്ത രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ റേഡിയേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് 10 numbers ആണ്. 2 kW. 2 kW എന്ന് പറയുമ്പോൾ 2 × 1000 × 10, അത് 48 hours. അടുത്ത നമ്മൾ 2 മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. മോട്ടർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വാട്ട്സ് എന്ന് പറഞ്ഞാൽ V × I ആണ് യൂസ് ചെയ്യുന്നത്. V എന്ന് പറയുന്നത് 240 വോൾട്ടും ആണ്, 50 ആംപിയർ കറണ്ടും ആണ്. അങ്ങനത്തെ എത്ര എണ്ണം? 2 എണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. ആ 2 എണ്ണം എത്ര? 48 hours യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഓരോന്നിൻ്റെയും വാട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് വാട്ട്സും അവറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര എണ്ണം ആ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഓരോന്നും കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ് നമ്മൾ ഈ ഒരു കോളത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കോളത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എനർജി എല്ലാം കൂടി ടോട്ടൽ കണ്ടുപിടിച്ചാണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വാട്ട് അവറിലാണ്. ഈ വാട്ട് അവറിനെ നമുക്ക് കിലോ വാട്ട് അവറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ കൂട്ടി ടോട്ടൽ കണ്ടാലും മതി. അപ്പോൾ ബൈ 1000 ചെയ്യണം. കിലോ വാട്ടിലോട്ടാക്കാൻ ബൈ 1000 ചെയ്താലും മതി. അപ്പോൾ ഞാനത് വാട്ട് അവറിൽ തന്നെ ടോട്ടൽ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ കിട്ടിയ വാല്യൂ ഞാൻ അതുപോലെ അത്രയും വാട്ട് അവർ, ആ വാട്ട് അവറിനെ കിലോ വാട്ട് അവറിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. കിലോ വാട്ട് അവറിൽ യൂസ് ചെയ്യുമ്പോൾ ഇത്രയും യൂണിറ്റ്സ്, ആ യൂണിറ്റ് അതായത് 2352 എന്ന് പറയുന്ന യൂണിറ്റ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ആ എനർജിക്ക് നമ്മൾ കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 10 പൈസ. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവറിനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു യൂണിറ്റിന് നമ്മൾ കൊടുക്കുന്നത് 10 പൈസയാണ്. അങ്ങനെ 10 പൈസയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് ഓഫ് എനർജി അറ്റ് ദ റേറ്റ് 10 പൈസ പെർ യൂണിറ്റ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ടോട്ടൽ എനർജി 10 പൈസ. അതിന് രൂപയാക്കാൻ വേണ്ടി 10/100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 235 രൂപ 20 പൈസ കിട്ടുന്നുണ്ട്. 235.20. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം എന്ന് പറയുന്നത് നമുക്ക് എന്തെല്ലാം ഐറ്റം ഉണ്ടോ ആ ഐറ്റത്തിൻ്റെ വാട്ടേജ് റേറ്റിംഗ് നമ്മൾ അടുത്ത കോളത്തിൽ എഴുതി. അത് എത്ര നമ്പേഴ്സ് ഇതുണ്ടെന്ന് എഴുതി. അത് എത്ര ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ഇതുപോലെ സെയിം ടൈം വേണമെന്നില്ല. ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും ബൾബ് ഇത്ര ടൈം യൂസ് ചെയ്തു എന്നുള്ള ഡിഫറെൻറ്റ് ടൈമൊക്കെ വരാം. അങ്ങനെ വരികയാണെങ്കിൽ ആ ടൈം ഇവിടെ മാറും. ഇതുപോലെ ഒരു ടൈമേ തന്നിട്ടുള്ളെങ്കിൽ അത് നിങ്ങളിവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഡിഫറെൻറ്റ് ടൈം ആണെങ്കിൽ ആ ഡിഫറെൻറ്റ് ടൈം എഴുതിയിട്ട് നിങ്ങളിവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വാട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ കിലോ വാട്ട് അവറിലോട്ട് അല്ലെങ്കിൽ കിലോ വാട്ടിലാക്കിയിട്ട് കിലോ വാട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാലും മതി. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക. ആ ടോട്ടൽ എടുത്തിട്ട് ആ ടോട്ടൽ വാട്ട് അവർ ആയതുകൊണ്ട് അതിനെ നമ്മൾ കിലോ വാട്ട് അവറിലോട്ട് മാറ്റി. ഇതാണ് നമ്മുടെ 3 യൂണിറ്റ്സ് ആണ് നമ്മൾ ഈ 3 സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൺസ്യൂം ചെയ്യുന്ന എനർജി. ആ കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ കോസ്റ്റ് ഓഫ് എനർജി 10 പൈസ പെർ യൂണിറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ 235.20 കിട്ടിയത്. അപ്പോൾ പവർ എന്ന് പറയുന്നത് നമുക്കിവിടെ കോസ്റ്റ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ കിലോ വാട്ട് അവർ ആണ് കിട്ടിയത്. ഈ കിലോ വാട്ട് അവറിൽ നിന്ന് ഈ അവർ മാറ്റുമ്പോൾ നമുക്ക് കിലോ വാട്ട് കിട്ടുമല്ലോ. അപ്പോൾ കിലോ വാട്ട് അവർ 2352 കിലോ വാട്ട് അവർ ബൈ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 48 ആണ് നമ്മൾ യൂസ് ചെയ്തത്. ആ 48 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 49 കിലോ വാട്ടാണ്. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ കറണ്ടാണ്.
ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് P is equal to V into I എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ I is equal to P by V ആയിരിക്കും. അപ്പോൾ ആ P എന്ന് പറയുന്നത് ഇവിടെ 49 കിലോ വാട്ട് എന്ന് പറഞ്ഞത് 49,000 വാട്ട്സ് ആണ്. വോൾട്ടേജ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 240 വോൾട്ടാണ്. ആ 240 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 204.166 ആംസ് എന്ന് കിട്ടും. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആയിരിക്കും. പവർ കണ്ടുപിടിക്കുമ്പോൾ അതിൽ നിന്ന് കിലോ വാട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കിലോ വാട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാം. ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് കൂടുതലും ചോദിക്കുന്നത്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നല്ല തറവാക്കണം. ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഞാൻ അസൈൻമെൻ്റായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് കയറി അത് ചെയ്തിട്ട് അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം. നോട്ടെല്ലാം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് സെഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.